ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഓടി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രാൻസിലാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവ് കിട്ടി. അതായത് നമുക്ക് ഫ്രാൻസിൽ നമുക്ക് 24 മണിക്കൂർ കൂടുതൽ നമുക്ക് ട്രക്കിൽ താമസിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഫ്രാൻസിലാണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് ഫ്രാൻസിൽ മാക്സിമം നമുക്ക് 24 അവർ റെസ്റ്റ് മാത്രമേ ട്രക്ക് പാടുള്ളൂ. അപ്പം എനിക്ക് ഈ വീക്ക് സെക്കൻഡ് വീക്കാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 45 അവർ റെസ്റ്റാണ്. അപ്പോൾ എനിക്ക് ട്രക്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ട്രക്കിൽ സ്റ്റേ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് കമ്പനി ഒരു റൂം എടുത്ത് തന്നു. അപ്പം ഞാൻ രാവിലെ വന്നു, റൂമിൻ്റെ അടുത്ത് വന്നു, ട്രക്ക് പാർക്ക് ചെയ്തു. റൂമിൻ്റെ നമുക്ക് ടൈം വന്നേക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയാണ്. 2 മണി മുതൽ നാളെ 12 മണി വരെയാണ് നമുക്ക് റൂം. അപ്പം നമ്മൾ വണ്ടി രാവിലെ തന്നെ വന്ന് പാർക്ക് ചെയ്തു. നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോവാണ്. ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ 3 സ്റ്റാർ ഹോട്ടലാണ് നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി നമുക്ക് ഇന്ന് ഫുള്ള് നമ്മൾ റൂമിലാണ് റെസ്റ്റ്. അപ്പോൾ നമ്മളെപ്പോൾ തന്നെ ഒരു അപ്പാപ്പ വന്നിട്ടുണ്ട്. അപ്പാപ്പനും എന്താണ് റെസ്റ്റാണ്. അപ്പാപ്പൻ 5 മണിക്കാണ് റൂം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ റൂമിലേക്ക് പോവാണ് ഗൈസ്. അതായത് പല രാജ്യങ്ങളിലും പല നിയമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ട്രക്ക് കേട്ടോ. നമ്മൾ ഏകദേശം ഈ ഒരാഴ്ച 2000 കിലോമീറ്റർ ഓടി. ഇനി നമുക്ക് ഡെലിവറിയിലേക്ക് നമുക്ക് ഒരു 1200 സംതിങ് കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ അതും ഓടാൻ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തിങ്കളാഴ്ച നമ്മളെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകട്ടെ. നമ്മളെ റൂം കാര്യങ്ങളൊക്കെ ഇതേപോലെ കുറേ ട്രക്കേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോലെ ഫ്രാൻസിൽ ശനി ഞായർ ബാനാണ്, നമുക്ക് ട്രക്ക് ഓടിക്കാൻ പാടില്ല. ഓക്കെ, ട്രക്ക് ഓടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് BNB ഹോട്ടൽസ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് നമുക്ക് കമ്പനി റൂം എടുത്ത് തന്നിരിക്കുന്നത്. BNB ഹോട്ടൽസ് ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടലിൻ്റെ ബോർഡ്. ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പം നമുക്ക് നമ്മുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ ട്രക്ക് പാർക്കിംഗ് ഏകദേശം ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് തന്നെ കിട്ടിയായിരുന്നു കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ ഫ്രാൻസിൽ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെനോൾട്ടിൻ്റെ ട്രക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് റെനോൾട്ടിൻ്റെ ട്രക്ക് സർവീസ് സെൻ്ററാണിത്. അപ്പം നമ്മൾ റൂമിൽ പോവാണ്. നമുക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാം. നാളെ 12 മണിക്കാണ് നമുക്ക് ചെക്ക് ഔട്ട്. അപ്പോൾ ചെക്ക് ഇൻ 2 മണിക്കാണ്. പക്ഷേ രാവിലെ 7 മണിക്ക് എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ 5 മണിക്ക് റൂം എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം. നമുക്ക് പുറത്ത് റിസപ്ഷനിൽ ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഹോട്ടലിൻ്റെ ബാത്റൂം രാവിലെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. ഇതേ മൾബറി ആണെന്ന് തോന്നുന്നു കേട്ടോ. മൾബറി ആണെന്ന് തോന്നുന്നു, ഒരു ടൈപ്പ് ഓഫ് മൾബറി. ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കുറേ കാർസ് പാർക്ക് ചെയ്യാനും ഹോട്ടലിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു NG വിയാനോ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഇലക്ട്രിക് ചാർജിങ് പ്ലേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഹോട്ടലിനോട് ചേർന്നുകൊണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, BNB ഹോട്ടൽ. അപ്പം ഈ ഫ്രാൻസിൽ നമുക്ക് 45 അവർ റെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ട്രക്ക് താമസിക്കാൻ പാടില്ല. നമ്മൾ പകരം എന്ത് ചെയ്യണം, നമ്മൾ റൂം എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളെ റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു 4 കാറ് കിടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് കമ്പനി എടുത്തുതന്ന
ഹോട്ടൽ കേട്ടോ. ഇനി ഞാൻ ചെക്ക് ഇൻ ചെയ്യട്ടെ. ബാക്കി റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഗൈസ്. നമുക്കിവിടെ വൈഫൈ ഒക്കെ ഉണ്ട്, അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹോട്ടൽ കേട്ടോ, BNB ഹോട്ടൽ. ഇവിടെ നമുക്ക് അവിടെ നമുക്ക് ട്രക്കിൻ്റെ സ്പേസ് കാണുന്നുണ്ട്. ട്രക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇനി പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ട്രക്ക് പാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പുറത്തുള്ള പാർക്കിങ്ങിലാണ് ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ.